അവ്വാബീൻ നമസ്കാരം എന്താണ്? അങ്ങനെ സുന്നത്തിൽ ഒരു നമസ്കാരമുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിർവഹിക്കേണ്ടത് എങ്ങനെ? സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം ഒരു വേറിട്ട നിസ്കാരമാണ് എന്ന നിലക്ക് പലരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഈ സുന്നത്ത് നമസ്കാരത്തിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം തീരെ കണിശതയില്ല, മറ്റു ചിലർക്ക് വളരെ കണിശമാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു നമസ്കാരം തന്നെ വ്യത്യസ്ത പേരുകളിലുണ്ടെങ്കിൽ അത് രണ്ടായിട്ട് നിസ്കരിക്കും. ഇപ്പോൾ നമ്മൾ റമദാനിലാണുള്ളത്, നമ്മളൊക്കെ തറാവീഹ് നമസ്കരിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായി തഹജ്ജുദ് ദിവസങ്ങൾ ഒരു കൊല്ലത്തിൽ എല്ലാ ദിവസവും നമസ്കരിച്ചു വരുന്ന ആളുകളുണ്ട്. അവർക്ക് തഹജ്ജുദ് നമസ്കരിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് അവര് തറാവീഹും നമസ്കരിക്കും, തഹജ്ജുദും നിസ്കരിക്കും. സത്യത്തിൽ തറാവീഹ്, തഹജ്ജുദ്, വിത്ർ, ഖിയാമു റമളാൻ എന്നൊക്കെ പറയുന്നത് ഒറ്റ നമസ്കാരമാണ്. സമയത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചും വ്യത്യാസം വരുന്നു. റമളാനിലായപ്പോൾ നമ്മൾ തറാവീഹ് എന്ന് പേരിട്ടു, ഖിയാമു റമളാൻ എന്ന് ഹദീസുകളിൽ പേര് വന്നു. ആ നമസ്കാരം തന്നെയാണ് അതിന്റെ അവസാനത്തെ റക്അത്ത് ഒറ്റയായിട്ട് അവസാനിപ്പിക്കുകയാണ് എന്നതുകൊണ്ട് വിത്ർ എന്നതിന് പേര് വന്നത്. ഈ 11 റക്അത്തുള്ള നമസ്കാരമാണ് വിത്ർ. നമ്മളൊക്കെ ആ ഒറ്റ നിസ്കാരത്തിന് മാത്രം, ഒറ്റ റക്അത്തിന് മാത്രം വിത്ർ എന്ന് പറയാറുള്ളൂ. പക്ഷെ ഈ നമസ്കാരം ഒന്നിച്ചുള്ളതാണ് വിത്ർ. ഇത് തന്നെ ഒന്ന് ഉണർന്നെഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ അതിന് പേരൊന്നു മാറും, തഹജ്ജുദ് എന്നാകും. എന്നാൽ ഒരാൾ ഖിയാമു റമളാനും നമസ്കരിച്ചു, അതേപോലെ തന്നെ വിത്റും നമസ്കരിച്ചു, പിന്നെ തഹജ്ജുദും നമസ്കരിച്ചു. നമസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തുന്ന ആളുകളുടെ അടുക്കൽ അബദ്ധമായി ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇതൊരിക്കലും വേണ്ടതില്ല, ചെയ്യേണ്ടതുമല്ല. ഇതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറയുന്നത്. അത് ളുഹാ നമസ്കാരം അതിന്റെ ആദ്യ സന്ദർഭത്തിൽ നിർവഹിക്കുന്നതിനാണ് സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറയുന്നത്. ളുഹാ നമസ്കാരമല്ലാതെ മറ്റൊന്നുമല്ല ഈ സ്വലാത്തുൽ അവ്വാബീൻ. 2 പേരായിട്ട് ഇപ്പോ ഹദീസുകളിലൊന്നും ഈ സ്വലാത്തുൽ അവ്വാബീൻ എന്ന പേരുകൾ ഇല്ല, ളുഹാ എന്നുള്ള പേരാണുള്ളത്. അതുകൊണ്ട് ഒറ്റ നമസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമസ്കാരത്തിൽ ഇസ്തിറാഹത്ത് ഒരു കർമ്മമായി കണ്ടിരുന്നു.